Hi all, welcome to HUB. ഇന്ന് ഏപ്രിൽ 4 കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. Who is the first African woman to become the Secretary General of Commonwealth of Nations? നിങ്ങൾക്കറിയാം കോമൺവെൽത്ത് ഓഫ് നേഷൻസിനെ പറ്റി. കോമൺവെൽത്ത് ഓഫ് നേഷൻസിൻ്റെ ആദ്യത്തെ ആഫ്രിക്കൻ വനിത, സെക്രട്ടറി ജനറൽ ആവുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഷേർലെ ബോച്ച്വേ ആണ്. ഷേർലെ ബോച്ച്വേ, ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് ഷേർലെ ബോച്ച്വേ. ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ്. ഈ കോമൺവെൽത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആവുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് ആരെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഷേർലെ ബോച്ച്വേ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ കോമൺവെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് ലണ്ടൻ. എന്താ ഈ കോമൺവെൽത്ത് എന്ന് പറഞ്ഞാൽ? വേറൊന്നുമില്ല, ഈ ബ്രിട്ടീഷ് കോളനൈസ് ആയിട്ടുള്ള രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു അസോസിയേഷനാണ് ഈ പറഞ്ഞ കോമൺവെൽത്ത് എന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞ 56 നേഷൻസ് ഉണ്ട്, 56 മെമ്പേഴ്സാണ് ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ കോമൺവെൽത്തിലുണ്ടത്. അതിൽ അവസാനം വന്ന 2 രാജ്യങ്ങളാണ് ഈ പറഞ്ഞ ഗാബൻ ആൻഡ് ടോഗോ എന്ന് പറയുന്നത്. 2022 ഇവർ ഈ പറഞ്ഞ കോമൺവെൽത്തിൽ മെമ്പറാവും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, കച്ചത്തീവ് ഐലൻഡ് ഈസ് എ ഡിസ്പ്യൂട്ടഡ് ഐലൻഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് വിച്ച് കൺട്രി എന്നുള്ളതാണ്. മാൽദീവ്സ്, ഇന്തോനേഷ്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്. നോക്കുമ്പോൾ 4 ഓപ്ഷനിലുള്ളതും നമ്മുടെ അയൽ രാജ്യങ്ങൾ തന്നെയാണ്. നിങ്ങളിവിടെ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഏത് രാജ്യം എന്നുള്ളത്. മാപ്പിൽ ഇതാ ഇവിടെ ആയിട്ടാണ് ഈ കച്ചത്തീവ് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇന്ത്യയും അതുപോലെ തന്നെ ശ്രീലങ്കയും തമ്മിലുള്ള ഡിസ്പ്യൂട്ടഡ് പ്ലേസ് ആണ് ഈ പറഞ്ഞ കച്ചത്തീവ് ഐലൻഡ്. നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ധനുഷ്കോടിയിലേക്ക് അടുത്തായിട്ട് വരും ഈ പറഞ്ഞ കച്ചത്തീവ്. ഇന്ത്യയുടേതാണെന്ന് ഇന്ത്യയും ശ്രീലങ്കയുടേതാണെന്ന് പറഞ്ഞ് ശ്രീലങ്കയും ഡിസ്പ്യൂട്ട് ഉണ്ട്. ഡിസ്പ്യൂട്ടിനെ പറ്റി പറയുമ്പോൾ ഈ അടുത്തിടെ ഈ പറഞ്ഞ സ്കാർബോറോ ഷോൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഇടയ്ക്കൊരു ഡിസ്പ്യൂട്ടിൻ്റെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഇറ്റ്സ് എ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ചൈന ആൻഡ് ഫിലിപ്പീൻസ്. ചൈനയും ഫിലിപ്പീൻസും തമ്മിലുള്ള ഡിസ്പ്യൂട്ടാണ് ഈ പറഞ്ഞ സാരാബോ ഷോൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ സൗത്ത് ചൈന സീയിലുള്ള ഒരു ഷോളാണ് ഈ പറഞ്ഞ സാരാബോറോ ഷോൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ചൈനയുടേതാണെന്ന് ചൈനയും അതുപോലെ ഫിലിപ്പീൻസിൻ്റെതാണെന്ന് ഫിലിപ്പീൻസിനും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. സോ ഇത് ന്യൂസിലുണ്ടായിരുന്നതാണ്. ഇതും കൂടെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, അടുത്തതിലോട്ട് പോകാം. ഹു ഈസ് അപ്പോയിന്റഡ് ആസ് ദ ന്യൂ RBI ഡെപ്യൂട്ടി ഗവർണർ? RBIയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്തത് ആരെയാണെന്ന്? ഒരു വനിതയാണ്. പുള്ളിക്കാരിയുടെ പേര് പൂനം ഗുപ്തയാണ് ഇപ്പോഴത്തെ RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ. ഇപ്പോഴത്തെ ഗവർണർ ആരാ? RBIയുടെ ഇപ്പോഴത്തെ നിലവിലെ ഗവർണർ എന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്രയാണ് ഇപ്പോഴത്തെ RBIയുടെ നിലവിലെ ഗവർണർ എന്ന് പറയുന്നത്. ഡെപ്യൂട്ടി ഗവർണറായിട്ട് ഇപ്പോൾ നിയമിതമായതാണ് ഈ പറഞ്ഞ പൂനം ഗുപ്ത. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാ? അത് മുംബൈയിലാണ് ഈ പറഞ്ഞ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഞാനൊരു ചെറിയ ഹിസ്റ്ററി പറഞ്ഞുതരാം. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ രൂപീകരിക്കപ്പെടുകയും അത് പ്രകാരം അവരുടെ കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഈ പറഞ്ഞ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊരു കോൺസെപ്റ്റിലേക്ക് വരുന്നത്. ഇത് പ്രകാരം 1934 RBI ആക്ട് ഉണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1935 ഈ പറഞ്ഞ RBI രൂപം കൊള്ളുകയാണ് ചെയ്തത്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. 1920 ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ ഉണ്ട്. അതിൻ്റെ നിർദ്ദേശപ്രകാരവും 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തു എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആദ്യമായിരുന്നത് കൽക്കട്ടയിലാണ്. ഈ പറഞ്ഞ റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തത്. റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഹെഡ് ക്വാർട്ടേഴ്സ് കൽക്കട്ടയിലായിരുന്നു. പിന്നീടാണ് അവരെന്ത് ചെയ്തത്? ഈ പറഞ്ഞ കൽക്കട്ടയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടത്. അത് 1937 ഈ പറഞ്ഞ കൽക്കട്ടയിൽ നിന്ന് മുംബൈയിലേക്ക് റിസർവ് ബാങ്കിൻ്റെ ഓഫീസ് മാറ്റേണ്ടത്. ഇപ്പോഴും നിലവിലും ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാ? ഈ പറഞ്ഞ മുംബൈയിൽ തന്നെയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പോവാം. ശിശുവധിക ഇനിഷ്യേറ്റീവ് വാസ് ലോഞ്ച്ഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ശിശുവധിക ഇനിഷ്യേറ്റീവ് ഏത് സ്റ്റേറ്റ്? ബീഹാർ, ഒഡീഷ, മധ്യപ്രദേശ്, ആസാം. ഉത്തരം ഒഡീഷയാണ്.
പെട്ടെന്ന് പോവാം. ഇപ്പോൾ ഈ ഫോട്ടോ കാണിച്ചിരിക്കുന്നത് ഒഡീഷയിലെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രം വേറൊന്നുമല്ല, ലിംഗരാജ് ക്ഷേത്രമാണ്. ലിംഗരാജ് ടെമ്പിളാണ് ഈ ഫോട്ടോയിൽ കാണിച്ചത്. അപ്പോൾ ലിംഗരാജ് ടെമ്പിൾ എവിടെ സ്ഥിതി ചെയ്യുന്നു വെച്ചാൽ അത് എവിടെയാണ്? ഒഡീഷയിലാണ്. ഒഡീഷയിലുള്ളൊരു നാഷണൽ പാർക്ക് പറഞ്ഞുതരാം. സിംലിപാൽ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് വെച്ചാൽ അതും ഒഡീഷയിലാണ്. ഇനി ബിദർകണിക നാഷണൽ പാർക്ക്, ബിദർകണിക നാഷണൽ പാർക്ക് എവിടെയെന്ന് വെച്ചാൽ അതും എവിടെയാ? ഈ പറഞ്ഞ ഒഡീഷയാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നോക്കിയാൽ അറിയാം, ഒഡീഷയുടെ CMന്റെ പേര് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ലിംഗരാജ് ക്ഷേത്രം എവിടെയാ? ഒഡീഷയിലാണ്. സിംലിപാൽ നാഷണൽ പാർക്ക് എവിടെയാ? ഒഡീഷയിലാണ്. ബിദർകണിക നാഷണൽ പാർക്കും ഒഡീഷയിലാണ്. ഓക്കെ, അടുത്തത്, വാട്ട് ഈസ് ദ പ്രപ്പോസ്ഡ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫോർ ദ ദുബായ് മുംബൈ ട്രെയിൻ പ്രോജക്റ്റ്? ഓക്കെ, രണ്ട് രാജ്യങ്ങൾ, ദുബായും മുംബൈയും, മുംബൈ ഇന്ത്യ, രണ്ട് രാജ്യങ്ങൾ ചേർന്നിട്ടുള്ളൊരു ട്രെയിൻ പ്രോജക്റ്റ് വരാൻ പോവുകയാണ്. അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനിൽ അടുത്ത് കൊടുത്തിട്ടുണ്ട്: അണ്ടർ വാട്ടർ ഹൈ സ്പീഡ് റെയിൽ, എലിവേറ്റഡ് ബുള്ളറ്റ് ട്രെയിൻ, മാഗ്നറ്റിക് എലിവേഷൻ മാഗ്ലെവ്, ഹൈപ്പർ ലൂപ്പ്. ഇതിൽ ഏതാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. മാപ്പ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ വാട്ടറിലൂടെ വന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഇങ്ങ് എത്തിച്ചേരാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ കറങ്ങിയൊക്കെ വരേണ്ടത്. സോ ബെസ്റ്റ് ഓപ്ഷൻ എപ്പോഴും അണ്ടർ വാട്ടറിലൂടെയുള്ള റെയിൽ തന്നെയാണ്. സോ ഇതിൻ്റെ ഉത്തരം ഏതാ? അണ്ടർ വാട്ടർ ഹൈ സ്പീഡ് റെയിൽ. ഓക്കെ, ഇത് പ്രകാരം ഇപ്പോൾ പറയുന്നത് 2002 രാജ്യങ്ങളും എഗ്രിമെൻറ്റിൽ കൃത്യമായിട്ട് ഒപ്പിട്ടു. ഈ പറഞ്ഞ 2030 പണി പൂർത്തിയാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, എങ്കിൽ ദുബായ് ടു മുംബൈ 2 മണിക്കൂർ യാത്രയായി ചുരുങ്ങും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നല്ല രീതിയിൽ നടപ്പായി കഴിഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് ദുബായിൽ നിന്ന് നമുക്കിവിടെ മുംബൈയിലെത്താം. അവിടെ നിന്ന് നേരെ കേരളത്തിലോട്ടും പെട്ടെന്ന് തന്നെ വരാൻ പറ്റും. ഓക്കെ, അടുത്തതിലോട്ട് പോകാം. ഇൻ വിച്ച് സ്റ്റേറ്റ് ഡിഡ് ദ കപ്പാട്ട ചില്ലി അല്ലെങ്കിൽ ടൊമാറ്റോ ചില്ലി വിച്ച് ഗോട്ട് ദ GI ടാഗ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച ഈ പറഞ്ഞ ചപ്പാട്ട ചില്ലി അല്ലെങ്കിൽ ടൊമാറ്റോ ചില്ലി ഏത് സ്റ്റേറ്റിൽ എന്നാണ് ചോദ്യം. രാജസ്ഥാനാണോ, പഞ്ചാബാണോ, ഒഡീഷയാണോ, തെലങ്കാനയാണോ? ചപ്പാട്ട ചില്ലി തെലങ്കാന സ്റ്റേറ്റിലാണ് ഈ പറഞ്ഞ ചപ്പാട്ട ചില്ലി ഉള്ളത്. ഓക്കെ അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ തെലങ്കാന ഒരു ഓപ്ഷനായിട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ ഇവിടുത്തെ CMന്റെ പേരും കൂടെ പറഞ്ഞിരുന്നു. അതും കൂടെ ഒന്ന് പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആൾക്കാർ സെർച്ച് ചെയ്ത് തന്നെ, അറിഞ്ഞൂടെങ്കിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സാധനങ്ങൾ, തമിഴ്നാട്ടിലുള്ള ഒരു 2 സാധനം കൂടെ GI ടാഗ് കിട്ടിയിട്ടുണ്ട്. അതും കൂടെ പറഞ്ഞുതരാം. കുംഭകോണം ബീറ്റിൽ ലീഫ്, അതുപോലെ തന്നെ തോവാളൈ ഫ്ലവർ ഗാർലൻഡ്. ഇത് 2നും കൂടെ നമ്മുടെ GI ടാഗ് കിട്ടി. എന്താ ഈ കുംഭകോണം ബീറ്റിൽ ലീഫ്? വേറൊന്നുമില്ല, കുംഭകോണം വെറ്റയ്ക്കും അതുപോലെ തന്നെ തോവാളയിൽ, കന്യാകുമാരി ജില്ലയിലെ തോവാളയിലുള്ള ഹാരത്തിനും കൂടെ എന്ത് കിട്ടിയിട്ടുണ്ട്? ഈ പറഞ്ഞ GI ടാഗ് കിട്ടിയിട്ടുണ്ട്. അത് തമിഴ്നാടാണ്. അതും കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ചെയർപേഴ്സൺ ഓഫ് ഫിക്കി മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് കമ്മിറ്റി? അതായത് നമ്മുടെ സൗത്തിലുള്ള മീഡിയ ഗ്രൂപ്പ്, അതായത് സിനിമാ ഫീൽഡിലേക്ക് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയിലേക്ക് ഒരാളുടെ അതിൻ്റെ ചെയർപേഴ്സണായിട്ട് അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു. അത് ആരെന്നാണ് ചോദ്യം. നിങ്ങൾ ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആരാ? കമൽ ഹാസനാണ് അതിൻ്റെ ചെയർപേഴ്സൺ. അതായത് സൗത്തിലുള്ള ഫിലിം ആൻഡ് മീഡിയ ഗ്രൂപ്പ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ ചെയർപേഴ്സണായിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തു? നമ്മുടെ കമലഹാസനെ അപ്പോയിന്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഈ ഇത്രയും പറഞ്ഞ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിട്ട് വരും. ഈ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ എന്ത് ചെയ്യും? കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇട്ട് വരും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുന്നുണ്ടെങ്കിൽ കുട്ടികളായിട്ടൊന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.